കേരള രാഷ്ട്രീയത്തിന്റെ സ്ഥിരാകേന്ദ്രമായ കണ്ണൂരിൽ തിരഞ്ഞെടുപ്പ് ആവേശം കൊടുമ്പിരി കൊള്ളുന്നതിനിടെയാണ് പയ്യന്നൂരിലെ CPM ഏരിയ കമ്മിറ്റി ഓഫീസിനെ ലക്ഷ്യമിട്ട് കോൺഗ്രസ് പുതിയ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. പാർട്ടി ഓഫീസിനുള്ളിൽ വെച്ച് വ്യാജ ഐഡന്റിറ്റി കാർഡുകൾ നിർമ്മിക്കുന്നുവെന്ന കോൺഗ്രസ് വക്താക്കളുടെ പ്രസ്താവനയ്ക്കെതിരെ അതിശക്തമായ ഭാഷയിലാണ് CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി KK രാഗേഷ് പ്രതികരിച്ചത്. ഈ വിവാദം വെറും ഒരു ആരോപണ പ്രത്യാരോപണത്തിനപ്പുറം വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിലെ രാഷ്ട്രീയ ധ്രുവീകരണത്തിന്റെ സൂചന കൂടിയാണ്. പയ്യന്നൂരിലെ CPM ഓഫീസിൽ അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ച് വ്യാജ വോട്ടർ ID കാർഡുകളും മറ്റ് തിരിച്ചറിയൽ രേഖകളും നിർമ്മിക്കുന്നുണ്ടെന്നാണ് കോൺഗ്രസ് ഉന്നയിക്കുന്ന പ്രധാന പരാതി. തിരഞ്ഞെടുപ്പിൽ വ്യാപകമായി കള്ളവോട്ട് ചെയ്യുന്നതിനായി CPM മുൻകൂട്ടി തയ്യാറെടുപ്പുകൾ നടത്തുകയാണെന്നും ഇതിന് പാർട്ടി മെഷീനറിയെ ദുരുപയോഗം ചെയ്യുന്നുവെന്നും അവർ ആരോപിക്കുന്നു. പയ്യന്നൂരിലെ പാർട്ടിക്കുള്ളിലെ ചില ഭിന്നതകളെ മുൻനിർത്തിയാണ് കോൺഗ്രസ് ഈ ആരോപണത്തിന് മൂർച്ച കൂട്ടുന്നത്. കോൺഗ്രസ് ആരോപണങ്ങളെ തരുമ്പും ഗൗനിക്കാതെ അതിനെ രാഷ്ട്രീയമായി നേരിടുമെന്നാണ് KK രാഗേഷ് പ്രഖ്യാപിച്ചത്. പയ്യന്നൂരിൽ മാധ്യമങ്ങളോട് സംസാരിക്കവേ അദ്ദേഹം ഉന്നയിച്ച പ്രധാന പോയിന്റുകൾ ഇവയാണ്. പാർട്ടിയും പാർട്ടി ഓഫീസിനെയും ഇത്തരത്തിൽ മോശമായി ചിത്രീകരിക്കുന്നത് വെച്ച് പൊറുപ്പിക്കാനാവില്ല. ഇതിനോടകം തന്നെ ആരോപണം ഉന്നയിച്ചവർക്കെതിരെ വക്കീൽ നോട്ടീസ് അയച്ചു കഴിഞ്ഞു. കോടതി മുഖാന്തരം ഇതിന് മറുപടി നൽകും. വ്യാജ ID കാർഡുകൾ നിർമ്മിച്ച് പരിചയമുള്ളത് കോൺഗ്രസുകാർക്കാണെന്നും രാഗേഷ് പരിഹസിച്ചു. യൂത്ത് കോൺഗ്രസ് തിരഞ്ഞെടുപ്പിൽ വ്യാജ ID കാർഡുകൾ ഉപയോഗിച്ചുവെന്ന ആരോപണം നേരിടുന്ന രാഹുൽ മാങ്കൂട്ടത്തിലിനെ പരാമർശിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ ഈ ആക്രമണം. സ്വന്തം സംഘടനയിൽ സ്ഥാനമാനങ്ങൾ ലഭിക്കാൻ വ്യാജരേഖ ചമച്ചവർ CPMനെ പഠിപ്പിക്കാൻ വരേണ്ടതില്ലെന്ന് അദ്ദേഹം തുറന്നടിച്ചു. പയ്യന്നൂരിലെ CPM നേതാവായിരുന്ന V കുഞ്ഞികൃഷ്ണന്റെ പേര് പരാമർശിച്ചുകൊണ്ട് രാഗേഷ് നടത്തിയ പ്രസ്താവന ഏറെ രാഷ്ട്രീയ പ്രാധാന്യമുള്ളതാണ്. പയ്യന്നൂർ പാർട്ടി ഫണ്ട് വിവാദവുമായി ബന്ധപ്പെട്ട് നേരത്തെ വാർത്തകളിൽ നിറഞ്ഞ വ്യക്തിയാണ് കുഞ്ഞികൃഷ്ണൻ. ഈ വ്യാജ ID വിവാദത്തിൽ കുഞ്ഞികൃഷ്ണൻ എന്തെങ്കിലും തെളിവുകൾ നൽകാനുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല എന്നാണ് അദ്ദേഹം മറുപടി നൽകിയതെന്ന് രാഗേഷ് വെളിപ്പെടുത്തി. തെളിവുകളില്ലാതെ പാർട്ടിക്കെതിരെ സംസാരിക്കാൻ അവസരമുണ്ടാക്കുകയാണ് കുഞ്ഞികൃഷ്ണൻ ചെയ്യുന്നത്. പാർട്ടി വിരുദ്ധമായ ഇത്തരം നീക്കങ്ങൾക്കെതിരെ കർശന നിലപാട് സ്വീകരിക്കുമെന്ന മുന്നറിയിപ്പും രാഗേഷ് നൽകി. പയ്യന്നൂർ എന്നും ഇടതുപക്ഷത്തിന്റെ ഉറച്ച കോട്ടയാണ്. തളിപ്പറമ്പിലെ പോലെ തന്നെ പയ്യന്നൂരിലെ ജനങ്ങളും രാഷ്ട്രീയമായി വളരെയധികം പ്രബുദ്ധരാണ്. അവിടുത്തെ മണ്ണിൽ ഇത്തരം നുണപ്രചാരണങ്ങൾ വില പോകില്ലെന്ന് രാഗേഷ് ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. CPM ഒരു കേഡർ പാർട്ടി എന്ന നിലയിൽ കൃത്യമായ അച്ചടക്കത്തോടെയാണ് പ്രവർത്തിക്കുന്നതെന്നും തെറ്റായ രീതിയിൽ പ്രവർത്തിക്കേണ്ട സാഹചര്യം പാർട്ടിക്ക് ഇല്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കണ്ണൂരിലെ തിരഞ്ഞെടുപ്പ് കാലത്തെ സ്ഥിരം ചർച്ചാ വിഷയമാണ് കള്ളവോട്ട്. വ്യാജ ID കാർഡ് വിവാദം ഇതിനോടകം ചേർത്ത് വായിക്കുമ്പോൾ വരാനിരിക്കുന്ന പോളിംഗിൽ വലിയ ജാഗ്രത വേണമെന്ന സന്ദേശമാണ് പ്രതിപക്ഷം നൽകുന്നത്. എന്നാൽ ഇത്തരം ആരോപണങ്ങൾ ഉന്നയിച്ച് ഇടതുപക്ഷത്തിനെ വോട്ട് ബാങ്കിൽ വിള്ളൽ വീഴ്ത്താമെന്ന് കോൺഗ്രസിന്റെ വ്യാമോഹം മാത്രമാണെന്നും CPM കരുതുന്നു. KK രാഗേഷിന്റെ ശക്തമായ പ്രതികരണം അണികൾക്ക് ആവേശം നൽകുന്നതാണ്. വക്കീൽ നോട്ടീസ് അയച്ചതിലൂടെ ആരോപണങ്ങളെ നിയമപരമായി തകർക്കാനാണ് പാർട്ടി ലക്ഷ്യമിടുന്നത്. ഇത് വെറും രാഷ്ട്രീയ പ്രസംഗമല്ല, മറിച്ച് വസ്തുതകളുടെ അടിസ്ഥാനത്തിലുള്ള പോരാട്ടമാണെന്ന് സ്ഥാപിക്കാനാണ് അദ്ദേഹം ശ്രമിക്കുന്നത്. യൂത്ത് കോൺഗ്രസ് തിരഞ്ഞെടുപ്പിലെ വ്യാജ തിരിച്ചറിയൽ കാർഡ് വിവാദം ഇപ്പോഴും നിലനിൽക്കുന്ന സാഹചര്യത്തിൽ കോൺഗ്രസിനെ പ്രതിരോധിക്കാൻ CPMന് ലഭിച്ച ഏറ്റവും നല്ല ആയുധമാണ് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ പേര്. കണ്ണാടി വീട്ടിലിരുന്ന് കല്ലെറിയരുതെന്ന സന്ദേശമാണ് രാഗേഷ് കോൺഗ്രസ് നേതൃത്വത്തിന് നൽകുന്നത്. കോൺഗ്രസ് സ്വന്തം പാളയത്തിലെ പാളിച്ചകൾ നോക്കാതെ CPMനെ കുറ്റപ്പെടുത്തുന്നത് ഇരട്ടത്താപ്പാണെന്ന് അദ്ദേഹം സമർത്ഥിക്കുന്നു. പയ്യന്നൂർ വിവാദം കേരള രാഷ്ട്രീയത്തിൽ വരും ദിവസങ്ങളിൽ പുകഞ്ഞുകൊണ്ടിരിക്കും. VD സതീശൻ നയിക്കുന്ന UDF തരംഗത്തെ പ്രതിരോധിക്കാൻ CPM സ്വീകരിക്കുന്ന കർക്കശമായ നിലപാടുകളുടെ ഭാഗമായാണ് KK രാഗേഷിന്റെ ഈ പ്രതികരണം. നുണപ്രചാരണങ്ങളെ നിയമപരമായി നേരിടുന്നതിലൂടെ പൊതുജനമധ്യത്തിൽ പാർട്ടിയുടെ വിശ്വസ്തത വീണ്ടെടുക്കാനാണ് CPM കണ്ണൂർ ജില്ലാ നേതൃത്വം ശ്രമിക്കുന്നത്. പയ്യന്നൂരിലെ വോട്ടർമാർ ഈ വിവാദത്തെ എങ്ങനെ കാണുന്നുവെന്നത് വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പ് ഫലത്തിൽ നിർണായകമാകും.